ഇന്ന് പല രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയൊരു പരാതിയാണ്, എൻ്റെ മോളെ പോലെയല്ല എൻ്റെ മോൻ. മോള് നന്നായിട്ട് പഠിക്കും, മോന് ഒട്ടും പഠിക്കൂല, മോൻ ഫുൾ ടൈം കളിയാണ്. മോള് സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി, പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ടാണ് അവൾ കളിക്കാൻ പോലും പോവാറുള്ളത്. മോനാണെന്നുണ്ടെങ്കിൽ അവന്റെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവനോട് അടി കൂടി കച്ചറ കൂടിയിട്ടാണ് പിന്നെ ഞാൻ പഠിപ്പിക്കാൻ ഇരിക്കാറുള്ളത്. അതേപോലെ തന്നെ വേറൊരു പരാതി കൂടി പറയാറുണ്ട്. പരാതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോൾക്ക് എന്ത് സാധനം വാങ്ങിച്ചു കൊടുത്താലും ഒരു കംപ്ലൈന്റും വരുത്താറില്ല. മോനക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ 1-2 ദിവസം ഉണ്ടാവും, 3-ാമത്തെ ദിവസം അത് പരിപ്പിളക്കിയിട്ടുണ്ടാവും എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം പറയുന്നത് അവരുടെ തലച്ചോറ് രൂപപ്പെടുത്തിയിട്ടുള്ളത് രണ്ടും രണ്ട് രീതിയിലാണെന്നാണ്. പെൺകുട്ടിയുടെ തലച്ചോറിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് പറയുന്നത് അവർ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി അവർക്ക് കൂടുതലാണ്. എന്താ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ, അവർക്ക് പഠിക്കുക വായിക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ ബ്രെയിനിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത് ആൺകുട്ടിയെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേഷ്യൽ എബിലിറ്റി എന്നാണ്. എന്താ സ്പേഷ്യൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിന്റെ അകത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കാണുക എന്നുള്ളതാണ് സ്പേഷ്യൽ എബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു രാവിലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ മോനെയും മോളെയും പോയ സമയത്ത് മോൾക്ക് പറ്റിയ ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്തു, മോനക്കൊരു കാറും വാങ്ങിച്ചു കൊടുത്തു. തിരിച്ചു വീട്ടിൽ വന്നു. വൈകുന്നേരം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പാവക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും? പാവക്കുട്ടി ഒന്നുകൂടി സുന്ദരി ആയിട്ടുണ്ടാവും. ഒരു പൊട്ടൊക്കെ ഇട്ടുകൊടുത്ത്, കവിളിൽ ഒരു കുത്തൊക്കെ കൊടുത്ത് ഈ ഒരു നല്ല ഭംഗിയായിട്ടുണ്ടാവും. പക്ഷെ കാറിന്റെ അവസ്ഥ എന്തായിരിക്കും? കാറിന്റെ അവസ്ഥ, ഒരു ടയറ് പോയി, കാറ് പോകുന്ന രീതി തന്നെ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും. എന്താ കാരണം? അതിന്റെ ചെറിയ രീതിയിൽ പരിപ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം ഉച്ച ആകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പാവക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കാറിന്റെ അവസ്ഥ വലിയ ഭീകരാവസ്ഥയായിരിക്കും. കാറ് പൊളിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ? ആ സമയത്താണ് നമ്മൾ രക്ഷിതാക്കൾ കുട്ടിയോട് പറയും, മോനോട് പറയും, നിന്നെ പോലത്തെ നിന്റെ അനിയത്തിയല്ലേ ഇവൾ കേടുവരുത്തിയിട്ടുണ്ടോ? ഇവൾക്ക് കഴിഞ്ഞ ആഴ്ച വാങ്ങി വെച്ച സാധനം പോലും കേടുവരുത്തില്ല, നിന്റെ അടുത്ത് ആ സാധനം ഉണ്ടോ എന്ന് ചോദിച്ച് അവനോട് ഒച്ചത്തിൽ സൗണ്ട് ഇട്ട് അവനെ ചില രക്ഷിതാക്കൾ 2 അടിയും അടിക്കാറുണ്ട്. ഇതിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ആൺകുട്ടിയെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് അവരുടെ തലച്ചോറ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ കുട്ടി എല്ലാം വാങ്ങിച്ച് കേടുവരുത്തുകയാണോ വേണ്ടത്? അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, ആൺകുട്ടിക്ക് എന്ത് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ആദ്യം വില കുറഞ്ഞ കംപ്ലൈന്റ് വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്സുകളാണ് ആദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. കാരണം ഒന്ന് പൊളിച്ചു നോക്കി, രണ്ടാമത്തും പൊളിച്ചു നോക്കി കഴിഞ്ഞ് മൂന്നാമത്തും വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ കുട്ടിയോട് പറയാം, 2 കാറ് പൊളിച്ചു നോക്കി, മോൻ എന്തെങ്കിലും കണ്ടോ? അതേ കണ്ട സാധനം തന്നെയാണോ ഇതിലും ഉള്ളത്? അതുകൊണ്ട് ഈ കാറ് വാങ്ങിച്ചു തന്നത് ഇത് കേടുവരുത്താനല്ല, ഇത് നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇതിന്റെ വലിയൊരു കാറ് ഞാൻ വാങ്ങിച്ചു തരണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടി അത് കംപ്ലൈന്റ് വരുത്താതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്.